ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ ഡോക്ടർ? ഈ ട്രീറ്റ്മെന്റ്സ് പലവിധ ട്രീറ്റ്മെന്റ്സും ഉണ്ട്. സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഈ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എനർജി ബേസ്ഡ് ട്രീറ്റ്മെന്റും നോൺ എനർജി ബേസ്ഡ് ട്രീറ്റ്മെന്റ്സും. അതായത് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ലേസർ, റേഡിയോ ഫ്രീക്വൻസി, ഹൈഫു എന്നുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ലേസർ വെജൈനൽ റീജുവനേഷൻ ആണ്. വെജൈനൽ റീജുവനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യോനിനെ റീജുവനേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫേസ് ഒക്കെ റീജുവനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഫേഷ്യൽ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒരു വിധം റീജുവനേഷൻ ആണ്. അതേപോലെ വെജൈനയിൽ റീജുവനേറ്റ് ചെയ്യുന്നതിനാണ് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും അതിന് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനാണ് വെജൈനൽ റീജുവനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലേസർ ഉപയോഗിച്ചിട്ട് എനർജി വെച്ചിട്ട് വെജൈനേൻ്റെ ഉള്ളിലുള്ള കൊളാജനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ യോനിയിലുള്ള ഡ്രൈനെസ്സും ലൂസ്നെസ് ഇതെല്ലാം പോവും. വെജൈന കൂടുതൽ ടൈറ്റ് ആവും, കൂടുതലായിട്ട് ഡുബ്രിക്കേറ്റഡ് ആവും. അപ്പോൾ ഈ സെക്ഷൽ പ്രോബ്ലംസ്, വെജൈനൽ ഇത് പ്രൊലാപ്സ്, ഇതൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലേസർ പോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി, ഹൈഫു, അൾട്രാസൗണ്ട് വെച്ചിട്ടുള്ള വേവ്സ് വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. ഈ നോൺ എനർജി ബേസ്ഡ് ഡിവൈസസ് എന്ന് പറയുന്നത് എനർജി ഉപയോഗിക്കാതെ ഉള്ള സംവിധാനങ്ങളാണ്. ഇതിൽ PRP എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. PRP എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അതായത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ എന്താണ് ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതിൽ നിന്ന് അത് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ പുറത്തു വിടും. അപ്പൊ ആ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ വെജാനേന്റെ ഉള്ളിലൊക്കെ ഇഞ്ചെക്ട് ചെയ്താൽ ഈ വെജാനേന്റെ ഉള്ളിലത്തെ കൊളാജനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ ലൂസ്നെസ്സും ടൈറ്റ്നെസ്സും അതേപോലെ തന്നെ ലുബ്രിക്കേഷനും ഒക്കെ കൂട്ടാൻ പറ്റും. ഇത് സെക്ഷൽ പ്രോബ്ലംസിനും നമ്മൾ ഈ PRP യൂസ് ചെയ്യാറുണ്ട്. രതിമൂർച്ച വരാത്ത സ്ത്രീകൾ, ഓർഗസം വരാത്ത സ്ത്രീകളിൽ ഇത് ക്ലൈറ്റോറിസിന്റെ മുകളിലും സ്പോട്ടിന്റെ മുകളിലും ഒക്കെ PRP നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് OP പ്രൊസീജിയറാണ്. പെട്ടെന്ന് അവർക്ക് വീട്ടിലേക്ക് പോകാനും പറ്റും.